ഇന്ന് മാർച്ച് 18 ഈ ആഴ്ച OTT റിലീസ് ചെയ്യുമെന്ന് ഉറപ്പാക്കപ്പെട്ട സിനിമകളുടെ ഉൾപ്പെടെ 8 OTT റിലീസ് അപ്ഡേറ്റുകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആദ്യത്തേത് എ വതൻ മേരെ വതൻ എന്ന ഒരു ഹിന്ദി സിനിമയുടെ അപ്ഡേറ്റ് ആണ്. സാറ അലി ഖാൻ, ഇമ്രാൻ ഹാഷ്മി തുടങ്ങിയവർ പ്രധാന റോളുകളിലെത്തുന്ന സിനിമ ആമസോൺ പ്രൈമിലൂടെ ഡയറക്റ്റ് OTT റിലീസായിട്ട് ഈ ആഴ്ച മാർച്ച് 21 OTT റിലീസ് ചെയ്യും. ഹിന്ദിക്ക് പുറമെ കൂടുതൽ ഭാഷകളിലെ സിനിമയുടെ OTT റിലീസ് പ്രതീക്ഷിക്കുന്നു. രണ്ടാമത്തേത് തമിഴിൽ നിന്നുള്ള മറക്കുമ നെഞ്ചം എന്നൊരു സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ചിത്രം ഇന്ന് അർദ്ധരാത്രി 12 മണിയോടെ മാർച്ച് 19 തീയതി ആമസോൺ പ്രൈമിലൂടെയും ഒപ്പം തന്നെ തെൻകോട്ട OTT പ്ലാറ്റ്ഫോമിലൂടെയും തമിഴ് ഭാഷയിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. മൂന്നാമത്തേത് തെലുഗു ഭാഷയിൽ നിന്നുള്ള സേവ് ദ ടൈഗേഴ്സ് സീസൺ 2 അപ്ഡേറ്റ് ആണ്. തെലുഗു ഭാഷയ്ക്ക് പുറമെ മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിലെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഈ സീരീസ് കഴിഞ്ഞ ആഴ്ചയിൽ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. അടുത്തത് ബോളിവുഡിൽ നിന്നും 100 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത ആർട്ടിക്കിൾ 370 എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. വൻ വിജയം നേടിയെടുത്ത യാമി ഗൗതം, പ്രിയാമണി തുടങ്ങിയവർ പ്രധാന റോളുകളിലെത്തിയ സിനിമയുടെ OTT അവകാശങ്ങൾ ജിയോ സിനിമാസ് OTT പ്ലാറ്റ്ഫോമും ഒപ്പം തന്നെ നെറ്റ്ഫ്ലിക്സും സ്വന്തമാക്കിയെന്ന് അറിയാനായിട്ട് കഴിയുന്നു. ചിത്രം ഏപ്രിൽ മാസത്തോടെ OTT റിലീസ് ചെയ്യുമെന്നാണ് നിലവിൽ നാം പ്രതീക്ഷിക്കുന്നത്. ഈ ആഴ്ച OTT റിലീസിനൊരുങ്ങുന്ന ഏറ്റവും പുതിയ ഡയറക്റ്റ് OTT ആമസോൺ പ്രൈം സിനിമയാണ് റോഡ് ഹൗസ്. ചിത്രം ആമസോൺ പ്രൈമിലൂടെ മാർച്ച് 21 തീയതി മലയാളം, തമിഴ്, തെലുഗു, കന്നഡ, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തി കഴിഞ്ഞ ആഴ്ച ഓസ്കാർ അവാർഡുകൾ നേടിയെടുത്ത സിനിമയാണല്ലോ കിലിയൻ മർഫി നായകനായി എത്തിയ ഓപ്പൺഹൈമർ എന്ന ക്രിസ്റ്റഫർ നോളൻ സിനിമ. ചിത്രത്തിന്റെ ഇംഗ്ലീഷ്, ഹിന്ദി പതിപ്പ് ഈ ആഴ്ച ജിയോ സിനിമാസ് OTT പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്യുകയാണ്. നേരത്തെ പല OTT പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമായ സിനിമയുടെ ജിയോ OTT റിലീസ് ഈ ആഴ്ച മാർച്ച് 21 സൂഡൽ എന്ന സീരീസ് നെറ്റ്ഫ്ലിക്സിലൂടെ നേരത്തെ OTT റിലീസ് ചെയ്ത വമ്പൻ തമിഴ് സീരീസ് ആണല്ലോ. മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ റിലീസ് ചെയ്ത സീസൺ 1 പിന്നാലെ ഇപ്പോഴത്തെ സീസൺ 2 കൂടി OTT റിലീസിനായിട്ട് ഒരുങ്ങുകയാണ്. സീരീസിന്റെ ചിത്രീകരണം ഏകദേശം 90% പൂർത്തിയായിട്ടുണ്ട്. ആമസോൺ പ്രൈമിലൂടെ 2024 എന്ന വർഷം രണ്ടാമത്തെ പകുതിയിൽ സീരീസ് മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ OTT റിലീസ് ചെയ്യും. അബ്രഹാം ഓസ്ലർ, ജയറാം നായകനായി എത്തിയ മമ്മൂട്ടി കൂടി ഒരു പ്രധാനപ്പെട്ട റോളിലെത്തിയ ഏറെ കാലത്തിന് ശേഷം തിയേറ്ററുകളിൽ വിജയിച്ചൊരു ജയറാം സിനിമ കൂടിയായിരുന്നല്ലോ. ഇപ്പോഴത്തെ കാത്തിരിപ്പിനൊടുവിൽ സിനിമ OTT റിലീസ് ചെയ്ത് നമ്മുടെ കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തപ്പെടാനായിട്ട് ഒരുങ്ങുകയാണ്. നാളെ അർദ്ധരാത്രി 12 മണിയോടെ മാർച്ച് 20 ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ അബ്രഹാം ഓസ്ലർ OTT റിലീസ് ചെയ്യും. ഈ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മിഥുൻ മാനുവൽ തോമസ് സിനിമ മലയാളം ഉൾപ്പെടെ 5 ഭാഷകളിലായിരിക്കും ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ OTT റിലീസ് ചെയ്യുക. അപ്പോൾ കൂടുതൽ പ്രേക്ഷകരിലേക്ക് വീണ്ടും അബ്രഹാം ഓസ്ലർ എത്തുകയാണ്. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള OTT റിലീസ് അപ്ഡേറ്റുകൾ കേട്ടാം.